नमस्ते बच्चों, सबको धीरज हिंदी कक्षा से स्वागत। आज हम बसंत पाठ्य पुस्तक के 6वीं कक्षा के वो चिड़िया जो नामक कविता के दूसरा भाग पढ़ेंगे। ഇന്ന് നമുക്ക് ബസന്ത പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ वो चिड़िया जो എന്ന കവിതയുടെ രണ്ടാമത്തെ ഭാഗം പഠിക്കാം। वो चिड़िया जो कंड खोल कर बूढ़े वन बाबा की खातिर रस उठेल कर गा लेती है। वो छोटी मुखबोली चिड़िया नीले पंखों वाली मैं हूँ, मुझे बिजन से बहुत प्यार है। നമുക്ക് നോക്കാം എന്താണ് ഈ വരികളിൽ കൂടി കേദാരനാഥ് അഗ്രവാൾ പറയുന്നത്। वो चिड़िया जो खंड खोल कर बूटे वन बाबा की खातिर रस उठेल कर गा लेती है। वो चिड़िया जो ആ പക്ഷി ഏത് പക്ഷിയെക്കുറിച്ചാണോ ഈ കവിതയിൽ കേദാരനാഥ് അഗ്രവാൾ പറയുന്നത് ആ പക്ഷി കണ്ട് ഖോൽക്കർ, കണ്ട് തൊണ്ട, ഖോൽക്കർ തുറന്നിട്ട്, കണ്ഠം തുറന്നിട്ട്, വായ തുറന്നിട്ട്, തൊണ്ട തുറന്നിട്ട്, ബുഡേ വൻ ബാബാ കി ഖാത്തിർ വൃദ്ധനായ വനത്തിലെ ബാബയ്ക്ക് വേണ്ടിയിട്ട്, വനത്തിലെ അപ്പൂപ്പന് വേണ്ടിയിട്ട് രസ് ഉഠേൽക്കർ ഗാ ലേത്തി ഹേ, രസ് ഉഠേൽക്കർ ഗാന വളരെ മധുരമായി പാടുക, വളരെ താല്പര്യത്തോടെ വളരെ മധുരമായി പാടുന്നു। वो छोटी मुखबोली चिड़िया, ആ കുഞ്ഞു പക്ഷി മുഖ്ബോലി ചിടിയ, മുഖ്ബോലി ചിടിയ എന്ന് പറഞ്ഞാൽ പ്രിയങ്കരിയായ സ്നേഹമയിയായ കുഞ്ഞു പക്ഷി। മുഖ്ബോലി ചിടിയ നീലേ പങ്കോം വാലി മൈഹൂം, കഴിഞ്ഞ വരികളിലും പറഞ്ഞു നീലേ പങ്കോം വാലി മൈഹൂം, ഞാൻ നീലച്ചിറകുകളുള്ള പക്ഷിയാണ്। ആ ഞാൻ മുझे വിജൻ സേ ബഹുത് പ്യാർ ഹേ, എനിക്ക് ഈ വിജനത വളരെയധികം ഇഷ്ടമാണ്। എന്താ വിജനത എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത വനത്തിൽ അപ്പൂപ്പന് വേണ്ടിയിട്ട് ഇങ്ങനെ പാടാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്। वो चिड़िया जो कंड खोलकर बूढ़े वन बाबा के खातिर रस उठेल कर गा लेती है। वह छोटी मुखबोली चिड़िया नीले पंखों वाली मैं हूँ, मुझे बिजन से बहुत प्यार है। ആ പക്ഷി തൊണ്ട തുറന്ന് പാടുന്നു, വായ തുറന്ന് പാടുന്നു। ആർക്ക് വേണ്ടിയാ പാടുന്നത്? ബൂട്ടേ വൻ ബാബാ കി ഖാത്തിർ, ഖാത്തിർ എന്ന് വെച്ചാൽ വേണ്ടി, കേലിയെ, ബൂട്ടേ വൻ ബാബാ കി ഖാത്തിർ വനത്തിലെ അപ്പൂപ്പന് വേണ്ടിയിട്ട്। അത് എങ്ങനെയാണ് പാടുന്നത്? രസ് ഉഠേൽക്കർ ഗാലേത്തി ഹേ, വളരെ ഇഷ്ടത്തോടെ ആനന്ദ ഹോക്കർ ഗാത്തി ഹേ, രസ് ഉഠേൽക്കർ ഗാത്തി ഹേ, ആനന്ദത്തോടെ സന്തോഷത്തോടെ പാടുന്നു। വ ചോട്ടി മുഹ്ബോലി ചിടിയ, ആ ചെറിയ മുഹ്ബോലി ചിടിയ, മുഹ്ബോലി ചിടിയ മീൻസ് പ്യാരി ചിടിയ, പ്രിയപ്പെട്ട പക്ഷി। നീലി പങ്കോം വാലി, ആ പ്രിയപ്പെട്ട പക്ഷി ആരാണ്? ആ നീല നിറമുള്ള പക്ഷി മൈം ഹൂം, ഞാനാണ്। മുझे എനിക്ക് വിജൻ സേ ബഹുത്ത് പ്യാർ ഹേ, ഈ വിജനത, ഈ ആരുമില്ലാത്ത ഈ വിജനത എനിക്ക് വളരെയധികം ഇഷ്ടം। ഇതിലുള്ള വേർഡ് മീനിങ്സ് നോക്കാം। ബൂഠേ വൃദ്ധൻ, പുരാന വൃദ്ധനായത്। കി ഖാത്തിർ, ഖാത്തിർ മീൻസ് കേലിയെ വേണ്ടി, ബൂട്ടേ കി ഖാത്തിർ അപ്പൂപ്പന് വേണ്ടിയിട്ട്, ബാബായ്ക്ക് വേണ്ടിയിട്ട്। രസ് ഉഠേൽന, രസ് ഉഠേൽന സന്തോഷ് കർണ, ആനന്ദിത് കർണ സന്തോഷിക്കുക। മുഹുബോലി, മുഹുബോലി കാർത്ത് ഹെ പ്യാരി, പ്രിയപ്പെട്ട സന്തോഷവാനായ എന്നൊക്കെയാണ് അർത്ഥം। വിജൻ നിർജൻ, ആരുമില്ലാത്ത വിജനമായ। ജഹാ കോയി ന രഹ്താ ഹെ ഉസെ വിജൻ കർത്തേ ഹെ, ആരുമില്ലാത്ത സ്ഥലം, അതാണ് വിജനത എന്ന് പറയുന്നത്। इस कविता भाग से कुछ प्रश्न आती है। चिड़िया किसकी खातिर गाती है? ഈ കവിതാ ഭാഗത്ത് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പഠിക്കാം। ചിടിയ കിസ്കി ഖാത്തിർ ഗാത്തി ഹെ, ഈ പക്ഷി ആർക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്? ഈ വരികളിൽ പക്ഷി പാടുന്നത് അപ്പനി വൻ ബാബാ കെ ലിയെ, തൻ്റെ വനമാകുന്ന അപ്പൂപ്പന് വേണ്ടിയിട്ടാണ് പാടുന്നത്। ചിടിയ കാ ഗാൻ കൈസാ ഹേ, നമുക്കറിയാം പക്ഷിയുടെ പാട്ട് എങ്ങനെയുള്ളതാണ്? പക്ഷിയുടെ പാട്ട്
മീഠാ ഹേ, ആനന്ദദായക് ഹേ, രസീല ഹേ, എല്ലാ രീതിയിലും പറയാം. പാട്ട് വളരെയധികം നല്ലതാണ്. മീഠാ ഹേ, ആനന്ദദായക് ഹേ, ഏത് ആൻസർ പറഞ്ഞാലും അതിന് ശരിയായിരിക്കും. ചിടിയ കൈസി ഹേ, ഈ ചിടിയ എങ്ങനെയുള്ള പക്ഷിയാണ്? ചിടിയ നീലെ പങ്കോം വാലി ഹേ, ചോട്ടി ഹേ, മുഹ്ബോലി ഹേ. ചിടിയെ ഇവിടെ ഒരുപാട് രീതിയിൽ, കുറേ രീതിയിൽ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏത് ആൻസറും നമ്മുടെ കവിതയ്ക്ക് അനുയോജ്യമായി വരും. അപ്പം ചിടിയ കൈസി ഹേ, ചിടിയ നീലെ പങ്കോം വാലി ഹേ, ഔർ ചോട്ടി ഔർ മുഹ്ബോലി ഹേ, അതതിൻ്റെ ഉത്തരവാണ്. ഉസേ കിസ് സെ പ്യാർ ഹേ, ഈ പക്ഷി ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഈ വരികളിൽ ആ പക്ഷി ഇഷ്ടപ്പെടുന്നത് വൻ ബാബാക്ക്, ജംഗൽ के बाबा के. उसे किसे प्यार है? जंगल बाबा से प्यार है. അപ്പോൾ പ്യാരെ ബച്ചോ, ഈ പാഠഭാഗം, ഈ കവിതാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ധന്യവാദ്.